നമസ്കാരം. മലയാളം ഭാഷയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് ഊതിപ്പെരുപ്പിക്കല്ലേ എന്ന്. ഒരു വ്യക്തി അയാളുടെ പ്രശ്നങ്ങൾക്ക് ആവശ്യത്തിലും കൂടുതൽ പ്രോമിനൻസ് അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു രീതിയാണത്, അല്ലേ? ആ വ്യക്തി തൻ്റെ പ്രശ്നം എക്സാജറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉള്ളതിലും വലുതാക്കി കാണുന്നു എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രശ്നങ്ങൾ ഊതിപ്പെരുപ്പിക്കുന്ന ഒരാൾക്ക് അത് ചെറുതാക്കി കാണാൻ സാധിച്ചാലോ എങ്ങനെയിരിക്കും? കാഠിന്യം വളരെ കുറഞ്ഞിരിക്കും, അല്ലേ? NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഊതിപ്പെരുപ്പിക്കുന്ന അവസ്ഥകളിൽ നിന്നും മുക്തി നേടാൻ പല മാർഗങ്ങളുണ്ട്. ഒരിക്കൽ ബാംഗ്ലൂരിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് അസ്വസ്ഥനായിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു കാര്യം എന്താണെന്ന്. 2 ആഴ്ചയ്ക്ക് മുമ്പ് മറ്റൊരു വ്യക്തിയിൽ നിന്നുമുണ്ടായ ദുരാനുഭവം മനസ്സിൽ നിന്നും മായുന്നില്ല എന്നും ഇനിയൊരു അവസരം കിട്ടുമ്പോൾ എങ്ങനെ പക വീട്ടാൻ സാധിക്കും എന്ന ചിന്തയുമായിട്ടാണ് അത്ര അവൻ പകൽ പകുതി സമയവും ചിലവഴിക്കുന്നത്. അവൻ്റെ ഈ അവസ്ഥയുടെ കാരണം ആരാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ വ്യക്തി തന്നെ എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അല്ല എന്നെനിക്ക് അറിയാമായിരുന്നെങ്കിലും ഞാൻ തർക്കിച്ചില്ല. NLP ഫോർ ഡെയിലി ലൈഫ് എന്ന പഠന പദ്ധതിയിലൂടെ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ചെറിയ വിദ്യ എനിക്കവന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നി. ഒരു 2 മിനിറ്റ് കൊണ്ട് അവൻ്റെ പ്രശ്നം മാറ്റിയാൽ മതിയോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്നെ പരിഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. അതെങ്ങനെ ചെയ്യാനാകും എന്ന് അവൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പബ് എന്ന 3 അക്ഷരമുള്ളൊരു വാക്ക് അവൻ മനസ്സിൽ ഓർത്തു വെച്ചാൽ മതിയെന്ന്. ഒഴിവു സമയം കിട്ടുമ്പോൾ പബ്ബിൽ പോയി അല്പം ബിയർ കഴിക്കാറുള്ള അവന് ഈ ആശയം നന്നായി ഇഷ്ടപ്പെട്ടു. കണ്ണുകൾ അടച്ചുകൊണ്ട് ആ നെഗറ്റീവായ അനുഭവത്തെക്കുറിച്ച് ആലോചിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു. എന്നിട്ട് ആ വ്യക്തിയെ മനസ്സിൽ കാണുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. നിമിഷങ്ങൾ കൊണ്ട് അവൻ്റെ മുഖം വല്ലാതെയായി. വളരെ കളർഫുള്ളായി ആ വ്യക്തിയുടെ മുഖം തൻ്റെ മനസ്സിൽ തെളിഞ്ഞു കാണുന്നു എന്ന് അവൻ പതുക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പുഷ് എന്ന വാക്ക് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ചിത്രം ആ മനസ്സുകൊണ്ട് തന്നെ ഒരു 50 മീറ്റർ ദൂരേക്ക് തള്ളിക്കളയാൻ പറഞ്ഞു. ഉടൻ അപ്സൈഡ് ഡൗൺ എന്ന് ഞാൻ അവനോട് പറഞ്ഞുകൊണ്ട് ആ ദൂരെയുള്ള ചിത്രം തലകീഴാക്കാൻ പറഞ്ഞു. എന്നിട്ട് നിറങ്ങളോടുകൂടി കണ്ടിരിക്കുന്ന ആ ചിത്രത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റാൻ ഞാൻ അവനോട് പറഞ്ഞു. കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഈ 3 സ്റ്റെപ്സ്, അതായത് പുഷ്, അപ്സൈഡ് ഡൗൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു 5 സെക്കൻഡ് കൊണ്ട് 20 പ്രാവശ്യമെങ്കിലും തുടർച്ചയായി മനസ്സിൽ ചെയ്യാൻ ഞാൻ അവനോട് പറഞ്ഞു. അതിനുശേഷം അവൻ കണ്ണുകൾ തുറന്നപ്പോൾ ആ ദുരാനുഭവത്തെക്കുറിച്ച് ഞാൻ അവനോട് വീണ്ടും ഓർക്കാൻ പറഞ്ഞു. അവൻ ശ്രമിച്ചു നോക്കി, പക്ഷേ സാധിച്ചില്ല. എന്നിട്ട് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു. ഹി വാസ് വണ്ടറിങ് വാട്ട് ഐ ഡിഡ് ആൻഡ് ഹൗ ഐ ഡിഡ് ഇൻ സച്ച് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ചെയ്തതൊന്നും ഞാനല്ല, അവൻ തന്നെയാണ് എന്ന് ഞാൻ അവനെ പറഞ്ഞു ധരിപ്പിച്ചു. അവൻ്റെ പവർഫുള്ളായ മനസ്സുകൊണ്ട് എങ്ങനെയാണോ 2 ആഴ്ചക്കാലം അവൻ വേദന അനുഭവിച്ചത്, അതേ മനസ്സുകൊണ്ട് തന്നെ അവൻ്റെ പ്രശ്നങ്ങൾ അവൻ റിസോൾവ് ചെയ്യുകയും ചെയ്തു. പിരിഞ്ഞു പോകുമ്പോൾ അവൻ എന്നോടൊരു തമാശയായിട്ട് പറഞ്ഞു, പബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കാരണം ഇനി കൂടുതൽ സമയം പബ്ബിൽ ചിലവഴിക്കേണ്ടി വരില്ല എന്ന്. ഈ ടെക്നിക്ക് നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. NLP ഫോർ ഡെയിലി ലൈഫ് എന്ന പഠന പദ്ധതിയിലൂടെ ഞങ്ങൾ പഠിപ്പിക്കുന്ന അനേകം ടെക്നിക്കുകളിൽ ഒരു ചെറിയ ടെക്നിക്ക് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പറഞ്ഞു തന്നത്. ഇങ്ങനെ കുറേയേറെ ടൂൾസ് നിങ്ങളുടെ കൈവശം എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ മെച്ചപ്പെടുത്താൻ കഴിയുകയും മനസ്സന്തോഷം അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും. ജീവിതത്തിൻ്റെ സുഖം എന്തെന്ന് അറിയണമെങ്കിൽ നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടത് വേറെ എവിടെയുമല്ല, നമ്മളുടെ മനസ്സുകളിൽ തന്നെയാണ്. ഏതാണ്ട് 16 മണിക്കൂറോളം വരുന്ന NLP ഫോർ ഡെയിലി ലൈഫ് എന്ന ഈ പാഠ്യപദ്ധതി നിങ്ങൾ ലോകത്തെവിടെയായാലും ശരി വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ പഠിക്കാവുന്നതാണ്. ഒരു ബാച്ചിൽ 30 പേർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.